കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ PI ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ? വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അവർ തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയതേ ലെവലിൽ തന്നെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്? പ്രതീക്ഷിച്ചതാണ്. ആണോ? ഓക്കെ. അപ്പോൾ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്? ഞാൻ 2012-13 കാലഘട്ടത്തിൽ ഭാര്യയുടെ ഇഷ്ടത്തിന്, ഭാര്യയുടെ പേര് ബീന എന്നാണ്, ഒരു പശുവിന് നമുക്ക് നല്ല പാല് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്ക കൃഷിക്കാരനാണ്, വീട്ടിൽ ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാമെന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് 2 ആയി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് 2 പശുവായി. പിന്നെ അതെന്തായാലും 2, 3 ആയി. അങ്ങനെ 5 ആയപ്പോൾ നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാലിളക്കുന്ന കർഷകൻ 150 ലിറ്റർ പാൽ 5 പശു നടന്നു. 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം വേണം. അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 പശു ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാലളക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു? അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 പശുവായി. അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തിരഞ്ഞെടുത്തു. അതാണ് എൻ്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ, ഒരു വർഷത്തിലൊരു 5000 ആളിൽ കൂടുതൽ എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 ആക്കിയപ്പോഴേക്കും അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി. ഇതൊക്കെ പ്രചോദനമായിട്ട് വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താണെന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ എത്ര പശുവുണ്ട്? ഇപ്പം 40 എണ്ണം. അപ്പോൾ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പന്നം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തുവാണ്? നമുക്ക് എണ്ണം കുറച്ച് ഉൽപ്പാദനം കൂട്ടി ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 പശുവിനെ വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 പണിക്കാരെങ്കിലും വേണം. 5 പണിക്കാരുടെ അവരുടെ കൂലിയും 50 പശുക്കളുടെ ചിലവും തീറ്റ ചിലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 പശുവാക്കി കുറച്ച് ഉൽപ്പാദനം കൂടുതൽ പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 പശുവിൽ നിന്നും 50 പശുക്കളുടെ പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലവ് എല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ അയ്യൽഡ് പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ. അപ്പോൾ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യും. അതെ. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മൾ സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പോൾ അവർക്കൊക്കെ നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2ാം പ്രസവത്തിൽ 30 പാലേ കിട്ടിയുള്ളൂ. അത് 3-4 ആയപ്പോഴേക്കും 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെമൻ, കേരള ബോർഡിൻ്റെ പ്രീമിയം സെമൻ കുത്തിവെച്ച് അതിൽ ഒരു 4 തലമുറ ഇങ്ങ് പോന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഫാമിലെ എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പാലില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശുക്കൾ. നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്ത്. അതെ. അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിൽ അതിൻ്റെ തീറ്റക്രമങ്ങളാണ്. അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഒരു കർഷകന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെൻറ്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം. അപ്പോൾ തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്? പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും. അത് 2.80 വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു. 4 ഏക്കറോളം കൃഷിയുണ്ട്, കരയിലും വയലിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ. അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും
പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപയോളം വില വരും. പച്ചച്ചോളം വാങ്ങണ ഇപ്പോൾ 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങി കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5 രൂപ 2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നേ ഉള്ളൂ, അതും 2 രൂപ 80 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3 രൂപ 50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങി കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് സാധനമാണ് ഏത് സമയം കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങൾ കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം. തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്? സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറില്ല. തന്നെയല്ല CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. ഒരു വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാൻ ഉള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ ഇത് ചോട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ. ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. 400 കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട്, വെളിച്ചം, വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ. അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെൻറ്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡ് ഉണ്ടാക്കി ചെയ്യാനേ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു താഴത്തെ ഫ്ലോറിങ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്? അതെ. ഇപ്പോൾ രീതി വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ പശുവിനെ കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിംഗ് ആണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിന് തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം, അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിടുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിടുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് ഒരടിയെങ്കിലും പൊന്തിയായിരിക്കണം അതിൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിന് ഒരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാകത്തിനുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിനെ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം ബയോഗ്യാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അതും നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 10,000 ലിറ്റർ വെള്ളം ദിവസം വേണം പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനൊക്കെ. ആ 10,000 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ. പിന്നെ ഈ ചാണകവും ഇതൊക്കെ ചാണകം മുഴുവൻ നമ്മൾ UV ഷീറ്റിൻ്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്. പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്.
നല്ല ഐൽഡ് പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ മൃഗാശുപത്രി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കും പോലെ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക. അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വിരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുകൂടി നിർത്തി, എന്ന് മിനറൽ മിക്സർ, സ്റ്റാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാഫ് സ്റ്റാർട്ടറെ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും. നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്കും കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ സമയത്തുള്ള വാക്സിനേഷൻ, കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടുമാണ് ശരിക്കും കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവർ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോൾ ആയിക്കോട്ടെ. പക്ഷേ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. അപ്പം താങ്കളുടെ ഇപ്പം 50 പശു, 40-50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം ഇത് ഇനിയും വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനിക്ക് എൻ്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പം 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലളക്കാൻ പറ്റി. 40 പശുവിന് 1000 ലിറ്റർ പാലളക്കുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേ നിന്ന് വാങ്ങിയിട്ടല്ല, എൻ്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉണ്ട്. ഇപ്പോൾ 20 പശുവിൽ നിന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവേള പശുക്കളാണ്. അതെല്ലാം എൻ്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്. ഇപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റ് കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തോ ആയിരിക്കും? 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നു വരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്ന കണ്ടിട്ടും ഒന്നും ആ ഒരു പശു ഫാമിലേക്ക് ഇറങ്ങി വരലെന്ന് എൻ്റെ അഭിപ്രായം. ഒരു പശു വളർത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ആൾ ഒരു പശു എന്താണെന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ്, വിൽക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം. രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം. ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്നും കർഷകർക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ക്ഷീരകർഷകർക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ വേണ്ടി ചിലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകൻ്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട്, ഇൻസെൻറ്റീവായിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ KLD ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറേ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ ഫാമിലുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്ന് വെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിന് ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയൊരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖല വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ.
പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാകുന്ന നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങി കൊടുക്കുക. അതുപോലെ കർഷകർക്ക് വേണ്ടി വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ ഈ പഞ്ചായത്തിന് വണ്ടിക്ക് എണ്ണടിക്കാനുള്ള പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വിരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വിൽക്കേണ്ട ഗതിയാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ് ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തി വെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. തങ്കച്ചൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി. ഓക്കെ സാർ.